ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നെൻ്റെ ഡെലിവറി ഡേ ആണ്. അങ്ങനെ 9 മാസത്തെ കാത്തിരിപ്പിന് ശേഷം ഫൈനലി ആ ഡേ വന്നിരിക്കുകയാണ്. ഒരുപാട് ടെൻഷനും പേടിച്ചൊക്കെയാണ് കേട്ടോ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന ദിവസം പോയത്. ഒരു ഇഞ്ചക്ഷൻ വരെ പേടിയായ എനിക്ക് ഇതൊക്കെ ഞാൻ എങ്ങനെയായിരിക്കും സർവൈവ് ചെയ്തിട്ടുണ്ടാവുക എന്ന് നിങ്ങളൊന്ന് ഊഹിച്ച് നോക്കിയേ. ഡെയിലി കരച്ചിൽ 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 മാത്രമായിരുന്നു കേട്ടോ. ഒരുപാട് വേദന ഞാൻ സഹിച്ചായിരുന്നു. ഇഞ്ചക്ഷനുകളാണെന്നുണ്ടെങ്കിൽ എണ്ണീട്ടും തീരുന്നുണ്ടായിരുന്നില്ല. അത്രയധികം ഇഞ്ചക്ഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 5-ാം തീയതി രാവിലെ തന്നെ അവരെന്നെ ബർത്തിങ് സ്യൂട്ടിലോട്ട് മാറ്റിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. സച്ചുവിനെ എൻ്റെ കൂടെ ഉള്ളിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് സച്ചിനെ എനിക്ക് കാണുമെന്ന് തോന്നുമ്പോഴൊക്കെ വിളിക്കാം, അവരുള്ളിൽ കയറ്റും. ഇവൻ ഡെലിവറി ടൈമിലും ഹസ്ബൻഡിനെ കയറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ പുറത്ത് ചക്കരയും കുഞ്ഞിയും അഭിരാമിയും അച്ഛൻ അമ്മ മല്ലിച്ചിറ്റ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. രാവിലെ ഒരു 9 മണി തൊട്ട് ഇവരെല്ലാവരും വെയിറ്റിംഗ് ആണ്. എന്താ പറ്റിയപ്പോ? എനിക്ക് വേദന ചെറുതായിട്ട് വന്നു തുടങ്ങി. ഡോക്ടർ ഇനിയും ചെയ്യുമെന്ന് പറഞ്ഞതാണ്. ജീവൻ പോണ വേദന. ലേബർ റൂമിൽ പോയിട്ട് എനിക്ക് ഇന്ന് രാവിലെ വരെ ലേബർ പെയിൻ വന്നിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് PV ചെയ്തു 1 മണിക്ക്, 3 മണിക്ക്, 5 മണിക്ക്. എന്തൊരു വേദന സഹിച്ചെന്നറിയാം. അത് കഴിഞ്ഞ് ബാക്കിൽ കൂടെ ട്യൂബ് ഇട്ടു. ബാക്കിൽ കൂടെ ട്യൂബ് ഇടുമ്പോൾ ഞാൻ ആലോചിച്ചു വയറ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ എനിക്ക് കാണാൻ ആഗ്രഹമുള്ള എല്ലാവരെയും ഉള്ളിലോട്ട് വിളിച്ച് എന്നെ കാണിക്കുമായിരുന്നു കേട്ടോ. അമ്മേനെയും അച്ഛനെയും മല്ലിച്ചിട്ടേനെയും എല്ലാവരെയും ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് കാണുന്നുണ്ടായിരുന്നു. ചക്കരേനെയും ഒക്കെ എല്ലാവരും ഉള്ളിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് നല്ല കൺട്രാക്ഷൻസ് വന്നപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റാണ്ടായപ്പോൾ ഞാൻ എപ്പിഡ്യൂറൽ എടുക്കുവാണ് കേട്ടോ. എപ്പിഡ്യൂറൽ എടുത്തത് അതിലും വലിയൊരു ടെൻഷനാണ്. കാരണം അതും ഇഞ്ചക്ഷൻ ആണല്ലോ, നമ്മുടെ പുറത്ത് ഒരു ഇഞ്ചക്ഷൻ ചെയ്യാണ്. അവർ മരവിപ്പിച്ചിട്ടൊക്കെയാണ് ചെയ്യുക. പക്ഷേ എനിക്ക് പെയിൻ ടോളറൻസ് ഒട്ടും ഇല്ല. അതുപോലെ തന്നെ ഇഞ്ചക്ഷൻ സൂചി എന്ന് പറയുന്ന ഒരു സംഭവം എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് അത്രയും പേടിയുള്ളൊരു സാധനമാണ്. അതിൻ്റേതായ ഓവർ റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ എൻ്റെ സൈഡിൽ നിന്നുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു റിയാക്ഷനിലാണോ എന്നറിയില്ല, എൻ്റെ വാട്ടർ ബ്രേക്കൊക്കെ സംഭവിച്ചു. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വാവയുടെ ഹാർട്ട് ബീറ്റ് കുറച്ചേശ്ശെ കുറഞ്ഞ് വന്നു തുടങ്ങി. 127 എന്നുള്ളത് 109, അതുപോലെ 95 ആ റേഞ്ചിലോട്ടൊക്കെ പോയിട്ടോ. അപ്പോഴേക്കും എല്ലാവർക്കും ടെൻഷനൊക്കെ ആയി. എങ്ങനെയുണ്ട് ഐശോടെ? ഹോസ്പിറ്റലാണെന്ന് അറിയാം. എന്തായി? ഡോക്ടർ എന്ത് പറഞ്ഞു? ഡോക്ടർ എന്താണ് 12:30 എന്തുണ്ടാവും? PV എന്താ? PVC പൈപ്പാണോ? PM എന്തായി? എന്തിനു കഴിച്ചോ രാവിലെ തന്നെ? എന്ത്? പഴംപൊരി. ഉച്ചക്ക് എന്താ കഴിക്കാൻ പരിപാടി? PM മറ്റേ നമ്മുടെ ലാസ്റ്റ് അഭിനയിച്ച വീഡിയോയില് വഴി എന്ത് കിട്ടിയായിരുന്നു? അതെ. നീ എപ്പോ വന്നു? എങ്ങനെയാ വന്ന? ചേട്ടൻ പരിപാടി എന്നാ റൂമിൽ കയറും? അതല്ല, നീ എന്ന് കയറും? ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കും. എനിക്ക് താല്പര്യമില്ല. കുഞ്ഞലക്ഷ്മിക്ക് ഐശ്വര്യ എന്ത് കുട്ടി വേണമെന്ന് ആഗ്രഹം? അതെന്താ? അതെന്താ അങ്ങനെ? നിന്റെ അഭിപ്രായം എന്താ? ഗേളാണ് ഇഷ്ടം. അതെന്താ? നിനക്കും ഗേള് വേണമെന്നാണ് ആഗ്രഹം? TMനോ? അതെന്താ? അല്ലല്ല, ആൾക്ക് ഗേളാവണമെന്നാണ് ആഗ്രഹം. പക്ഷെ ഐഷു അടിച്ചമർത്തി ബോയ് എന്ന് പറഞ്ഞുകൊണ്ട് ബോയ് ഉറപ്പിക്കുന്നു. ഐഷു ബോയ് ആക്കിയ? അല്ല, ഐഷു ബോയ് എന്ന് പറഞ്ഞുകൊണ്ട് ചക്കരേച്ചിയും ബോയ് എന്ന് പറയുന്നു. ബോയിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തു. കൊച്ചിൻ്റെ അച്ഛന് ഏത് കുട്ടി വേണമെന്ന് ആഗ്രഹം? എനിക്ക് ബോയ് ആണെങ്കിലും ഗേളാണെങ്കിലും പ്രശ്നമില്ല. ബോയ് ആണെങ്കിൽ ഞാനൊരു റൊണാൾഡോ ഫാനായിട്ട് നല്ല രീതിക്ക് ഈ സമൂഹത്തിൽ ബോധത്തോടെ ചിന്തിക്കാണ്ടൊരു ബുദ്ധി കൊടുത്ത് ഞാൻ കൊച്ചിനെ വളർത്തും. പെൺകുട്ടിയാണെങ്കിൽ പിന്നെ നമുക്ക് പറയാൻ പറ്റില്ല, അവരുടെ രീതിയിൽ വളർന്നോട്ടെ. എന്നാലും
നല്ല രീതിയിലുള്ള ബോധം ഞാൻ കൊടുക്കും, വിദ്യാഭ്യാസത്തിനുപരി ബോധം കൊടുക്കും, തലയ്ക്ക് വിവരം കൊടുക്കും ഈ സമൂഹത്തിൽ നടക്കുന്ന അനീതിക്കെതിരെ പ്രവർത്തിക്കാൻ. പിന്നെ എന്തായാലും ഒരു ക്യാമറയോടൊന്നും പേടിയൊന്നും ഇല്ലാത്ത ഒരു കുട്ടിയൊക്കെ വളർത്തും. പിന്നെ ചെറുപ്പം പഠിപ്പിക്കാനൊന്നും എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. ഇതൊക്കെ കണ്ണട ഞാൻ ഇതാവും കച്ചറ. ഉച്ചയ്ക്ക് 12:30 ആയപ്പോൾ ഡോക്ടർ ലാസ്റ്റത്തെ PV ചെയ്യാൻ വന്നേ. വലിയ പെയിനൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്രാവശ്യം. എപ്പിഡ്യൂറൽ എടുത്തത് കൊണ്ട് PV ചെയ്തത് ഞാൻ അറിഞ്ഞില്ല. പക്ഷേ ഡോക്ടർ പറഞ്ഞു ഇമ്മീഡിയറ്റ്ലി നമുക്ക് സർജറി വേണം, കുഞ്ഞ് പുറത്തോട്ട് ഇങ്ങനെ ഇറങ്ങും തോറും പൊക്കിൾക്കൊടി ചുറ്റിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഹാർട്ട് ബീറ്റൊക്കെ കുറയുന്നത് എന്ന് പറഞ്ഞു. പുറത്ത് വന്ന് അവർ സച്ചിനെയും അമ്മേനെയൊക്കെ കൺവിൻസ് ചെയ്ത് കാര്യം പറഞ്ഞു. അവർ സൈൻ ചെയ്തൊക്കെ കൊടുത്തിട്ടോ. എനിക്കൊരു സർജറി ഓപ്പറേഷനൊന്നും ഉൾക്കൊള്ളാനുള്ള മനസ്സില്ലാത്തത് കൊണ്ട് ഞാൻ എനിക്ക് സർജറി വേണ്ട, ഞാൻ നോർമലി പ്രസവിച്ചോളാം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ്. പക്ഷെ അവരെന്നെ കൺവിൻസ് ചെയ്യാനൊന്നും നിന്നില്ല. നേരെ തിയേറ്ററിലോട്ട് മാറ്റുവാട്ടോ. എന്തിനാ വിഷമിക്കുന്നത്? ഞങ്ങൾ വെയിറ്റിംഗ് ആണ്, അവർക്ക് C-section ആണ്. ആൺകുഞ്ഞാണേ. 1:51 ടൈം. എന്താ പറയാനുള്ള? എന്താ പറയാനുള്ള? ഉണ്ണിക്കുട്ടനാ പേരിട്ടു. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? വിഷമൊക്കെ മാറിയോ? സന്തോഷമായോ? ആൺകുട്ടി വേണമെന്ന് ആഗ്രഹിച്ചു, കിട്ടി. ചിലവ് എനിക്ക് വേഗം ചിലവ്. സത്യസന്ധമായി ആൺകുട്ടിയാവാൻ അച്ഛൻ പറഞ്ഞു. അമ്മയ്ക്ക് പെൺകുട്ടി. എനിക്ക് ഏതായാലും കുഴപ്പമില്ല. അത് ശരി. നമുക്ക് എങ്ങനെയുണ്ട്? അതെന്താ യോമിക്ക് ആഗ്രഹമായി വരും. ബാക്കി നിൽക്കണോ അത് നമുക്ക് അടുത്തത് നോക്കാം. എന്തൊക്കെയുണ്ട്? സന്തോഷമായോ? ആഴ്ചക്കര എങ്ങനെയുണ്ട്? കുട്ടീനെ ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട്? കുഞ്ഞിയുടെ പോലെ തന്നെയുണ്ട്. ആണോ? ഇത് ഇട്ടോട്ടെ വീഡിയോ. താങ്ക് യു. കുഞ്ഞുലക്ഷ്മി പറ. താങ്ക് യു. ഞങ്ങൾ എല്ലാരും പോവാട്ടോ. എവിടെ? പോവാണോ? ഇനി അടുത്ത നിന്റെ ഹോസ്പിറ്റലിൽ ഞങ്ങളെല്ലാവരും. അടുത്ത ആള്. അങ്ങനെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് എന്നെ നേരെ അവർ ലേബർ റൂമിലോട്ടാണ് കൊണ്ടുപോയത്. കുഞ്ഞിനെ നേരെ NICUലോട്ടും കേട്ടോ. അവയ്ക്ക് ചെറിയൊരു ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് അവർ NICUലേക്ക് എടുത്തി. ലേബർ റൂമിൽ നിന്ന് തന്നെ ഒരു ഡേ കഴിഞ്ഞപ്പോൾ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് കേട്ടോ. ഈ ദിവസങ്ങളിൽ ഞാൻ അനുഭവിച്ച വേദന എൻ്റെ പൊന്നോ, തിരിയാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. എഴുന്നേക്കണമെങ്കിൽ എനിക്ക് ആരുടെയെങ്കിലും ഹെൽപ്പ് വേണമായിരുന്നു.
അത്ര പെയിനാണ്. ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്തൊരു പെയിനായിരുന്നു അത്. എന്തായാലും നല്ല ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണല്ലോ, എൻ്റെ ലൈഫിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഗിഫ്റ്റാണല്ലോ എനിക്ക് കുറച്ച് വേദന സഹിച്ചാണെങ്കിലും എനിക്ക് കിട്ടിയത്. അങ്ങനെ വാവേനെ NICU ഇന്ന് കൊണ്ടുവരാം കേട്ടോ. അതുകൊണ്ട് നമ്മൾ റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്തു. ഇവരാരും വാവേനെ കണ്ടിട്ടില്ല. അന്ന് ഡെലിവറി ഡേയുടെ അന്ന് പുറത്ത് കൊണ്ട് കാണിച്ചതല്ലാതെ എന്നെ ഇടയ്ക്കിടയ്ക്ക് NICU ഫീഡിങ്ങിന് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. വീൽ ചെയറിലാണ് അവർ വന്ന് കൊണ്ടുപോവുക. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഭാഗ്യമാണെന്നാണ് വിചാരിക്കുന്നത് NICU നിർത്തിയത്. എന്താണെന്ന് ശരിക്കും അനങ്ങാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കും ഒരു 5 ദിവസം ഒരു പെയിൻ ഹീലാവാനൊക്കെ ഒരു ടൈം കിട്ടിയായിരുന്നു. എനിക്കത് നല്ലതായിട്ടായിരുന്നു തോന്നിയേട്ടാ. എന്തായാലും എൻ്റെ പെയിൻ ഇച്ചിരി കുറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ബേബീനെ മിഠായി കൂടെ വെച്ചിട്ടുണ്ട് ഞാൻ. പഞ്ഞവർക്കൊക്കെ മിഠായി ലഡു കൊടുക്കണം. അതൊക്കെ എടുത്ത് പുറത്തു വെക്കാം. ഓക്കെ, കൺഗ്രാജുലേഷൻ. എന്താ ലഡു വേണോ? ഇവിടെ ഇല്ലാത്തവർക്ക് കൊടുക്കണം. ശരി, ക്യാമറ ഗ്യാപ്പ് വരൂ. അറിയോ എങ്ങനെ എടുക്കണ ക്ലാസ് തന്നു. ഞാൻ എടുത്ത് കരച്ചിൽ മാറ്റി പാല് കൊടുത്ത് പുറത്ത് തട്ടി ഗ്യാസ് വരെ കളഞ്ഞിട്ട് എനിക്കറിയാം. ഇനോ അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോ പാല് കൊടുത്തിരുന്നു. എന്തിനാണ് എന്ത് ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. നമ്മള് ഡിസ്ചാർജ് വാങ്ങി പോവാണ്. ഞാൻ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എവിടെ കുട്ടി? ലിയോ 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 ലിയോ. അതെ, നമ്മുടെ EMCയുടെ സൈഡിൽ നിന്നൊരു ചെറിയ ഗിഫ്റ്റ്. ഇതെപ്പോഴാണ് ഈ ഫോട്ടോ എടുത്തത് ശരിക്കും? താങ്ക് യു ഡോക്ടർ അർച്ചനാണ്. അടിപൊളി അടിപൊളി. ഇതിലെ ഒരു പാവം ബേബിനെ പോലെ ഡോക്ടർ അതില്ലേ, ഞാൻ മാവയുണ്ടല്ലോ, നമുക്ക് വൈകുന്നേരം കരച്ചിലൊക്കെ ഉണ്ട്. ഇങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ ഒരു ഫസ്റ്റ് ഗിഫ്റ്റാണ് കേട്ടോ ഇത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു അടിപൊളി ഫോട്ടോ ഫ്രെയിമാണ്. ഞാൻ പോലും എക്സ്പെക്ട് ചെയ്തില്ല ഇങ്ങനെ ഒരു ഫോട്ടോ അവർ എടുത്തിട്ടുണ്ടാവും എന്നൊക്കെ. വാക്സിൻ എടുക്കാൻ പോയപ്പോൾ എടുത്തിരുന്ന ഫോട്ടോ ആണ് കേട്ടോ അവർ. എന്തായാലും EMC ഹോസ്പിറ്റലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര അടിപൊളി സർവീസാണ് കേട്ടോ അവരുടെ. നമുക്ക് എടുത്തു പറയേണ്ട കാര്യം അവിടുത്തെ നേഴ്സിങ്ങിൻ്റെ കെയറിങ് ആയിക്കോട്ടെ, അതുപോലെ ഡോക്ടേഴ്സിൻ്റെ ബിഹേവിയർ ആയിക്കോട്ടെ, സ്റ്റാഫുകളുടെ എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നമ്മളെ
അത്രയധികം സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക്. ഞാൻ ലേബർ റൂമിലൊക്കെ വെച്ച് കാണിച്ചു കൂട്ടിയ അക്രമമൊക്കെ എന്നെ എടുത്ത് പുറത്തെറിയേണ്ടതാണ് ശരിക്കും. പക്ഷെ അവരെന്നെ അത്രത്തോളം കെയർ ചെയ്ത് നോക്കിക്കൊണ്ടാണ് കേട്ടോ നടന്നിരുന്നത്. സോ നമ്മളപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പോവുകയാണ്. ആഫ്റ്റർ 6 ഡേയ്സ് കഴിഞ്ഞിട്ടാണ്, 6 or 7 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഞാനിപ്പോൾ നേരെ പോകുന്നത് അഷ്ടമിച്ചിറക്കാണ് കേട്ടോ, എൻ്റെ വീട്ടിലേക്കാണ്. ഇനി കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് ഞാൻ തിരിച്ച് സച്ചിയുടെ അടുത്തേക്കൊക്കെ പോകുന്നത്. അപ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒരുപാട് താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ടാറ്റാ.